ഹലോ, ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:30. ഇന്ന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലെ മലവള്ളി എന്ന സ്ഥലത്തിന്റെ അടുത്താണ് ഈ മുത്തത്തി ഫോറസ്റ്റ്. ഗൂഗിൾ ഫോട്ടോസ് കണ്ട പരിചയമല്ലാതെ ഈ സ്ഥലത്തിനെ കുറിച്ച് ഒരു ഐഡിയയും എനിക്കില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം 2 മണിക്കൂർ ദൂരമാണ് ഇവിടേക്ക് കാണിക്കുന്നത്. ഇപ്പോഴത്തെ വെതർ ഒരു 14 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. നല്ല തണുപ്പ്. ഞാൻ ജാക്കറ്റും ഗ്ലൗസും ഇട്ടിട്ടുണ്ട്, എന്നാലും നല്ല രീതിയിൽ തന്നെ അത് തണുപ്പ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ അനിയനും കൂടിയാണ് യാത്ര പുറപ്പെട്ടത്. ആ പോക്കിൽ പെട്ടെന്ന് പട്ടിയാണെന്ന് വിചാരിച്ചത്, പക്ഷെ അതൊരു കുറുക്കനായിരുന്നു. കുറച്ചു നേരം അത് കൂടെ തന്നെ ഓടി. ഇവിടെയാണ് ഈ ഫോറസ്റ്റിന്റെ എൻട്രൻസ് തുടങ്ങുന്നത്. ഇവരൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻട്രി ഫീ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നാണ്. പക്ഷെ അവരും നമ്മളെ പോലെ കാണാൻ വന്നവരായിരുന്നു. കുറച്ച് മുന്നോട്ട് വന്നേരം ഒരു ടെമ്പിൾ കണ്ടു. അവിടെ നമ്മൾ നിർത്തി. ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ലേക്ക് പോലെ കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ച് നമ്മൾ രണ്ടാളും വണ്ടി സൈഡാക്കി അങ്ങോട്ട് നടന്നു. ഇതാണ് എൻ്റെ വണ്ടി. അല്ലറ ചില്ലറ മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തു. ഹോണ്ട CB 350 RS ആണ് ഈ മോഡല്. അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇറങ്ങി. പിന്നെയുള്ള വ്യൂവിൽ എനിക്ക് പ്രത്യേകത ആയി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മരങ്ങളാണ്. അതിൻ്റെ സ്റ്റൈല് സാധാരണ കാണുന്നതിലും കുറച്ചുകൂടെ നല്ല ഭംഗിയായിരുന്നു. കുറച്ച് വളവും തിരിവും എല്ലാം ആയതുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് നേരത്തെ കണ്ട പുഴയുടെ ഭാഗം കാണാം. ഇതിൻ്റെ ഇടയിൽ ത്രോട്ടിൽ കൊടുത്തപ്പോൾ വേറെ തന്നെ ഒരു ഫീലായിരുന്നു. വീക്കെൻഡാണ് ഞാൻ പോയത്, പക്ഷെ എന്താ അറിയില്ല, തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ സ്ഥലത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം, സ്ഥലം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. നമ്മൾ ഏകദേശം എത്താനായപ്പോൾ ഒരു കുരങ്ങും ജസ്റ്റ് മിസ്സിന് ക്രോസ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെമ്പിളിന് മുന്നിലെത്തി. ഈ ടെമ്പിള് മുത്തേത്തരായ സ്വാമി ടെമ്പിളാണ്. കാണാൻ നിന്നില്ല, കയറാനും നിന്നില്ല. നേരെ ബാക്കി വ്യൂ കാണാൻ വേണ്ടി പുറപ്പെട്ടു. വലിയ തിരക്കൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കൂടുതലും ഗുഡ്സ് കാരിയർ വണ്ടികളാണ് കൂടുതൽ കാണാൻ പറ്റിയത്. ഇടയിൽ കുറേ കുരങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഏകദേശം ഈ സ്ഥലത്തിനെ കുറിച്ചൊരു പിടുത്തം കിട്ടിയത്. പിന്നെ ബൈക്ക് എവിടെ വരെ പോകുന്നറിയാൻ നമ്മൾ രണ്ടാളും ചെറുതായി ഒന്ന് ഓഫ് റോഡ് ട്രൈ ചെയ്തു. ആദ്യം മണ്ണിൽ കയറിയപ്പോൾ ബാലൻസ് പോയെങ്കിലും കൺട്രോൾ ചെയ്തു. പിന്നെ കല്ലിൻ്റെ മേലെ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും വെറുതെ വണ്ടി ചാറാക്കണ്ട കരുതി വണ്ടി സൈഡാക്കാൻ തീരുമാനിച്ചു. അതിനിടയിൽ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു, എങ്ങോട്ടാണ് ഇവിടെ പോക്കുന്നുള്ള രീതിയിൽ. അതിൻ്റെ ഇടയിൽ പക്ഷെ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. എന്നാലും കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയി. മാക്സിമം മുന്നോട്ട് പോകാമെന്ന് കരുതി മുന്നോട്ടെടുത്തു. പക്ഷെ വേണ്ടാന്നുള്ള രീതിയിൽ അവസാനം നമ്മൾ വണ്ടി സൈഡാക്കിയപ്പോഴാണ് ഏകദേശം നമുക്ക് ഐഡിയ കിട്ടിയത് എന്താണ് ഇവിടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ചില പേര് അമ്പലത്തിലെ ഓരോ ആചാരങ്ങൾ കാരണം അവരുടെ ഫാമിലി ആയിട്ട് വന്നിട്ട് ആടിനെ കഴുത്തറക്കാം, കോഴീൻ്റെ കഴുത്തറക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ അവിടെ നിന്ന് തന്നെ കുക്കിങ്ങും ചെയ്ത് അവിടെ തന്നെ ടെൻ്റ് അടിച്ച് കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ വന്നത്. അങ്ങനെ നമ്മൾ രണ്ടാളും മുന്നോട്ട് പോയി. സൺറൈസ് ആവാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു നോക്കിയാൽ പിന്നെ സൺറൈസ് എല്ലാം കണ്ടിട്ട് പോവാം. അതുപോലെ വെള്ളത്തിൻ്റെ മേലായിട്ട് ഫോഗ് ഇങ്ങനെ തെന്നി നീങ്ങുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കാണാൻ. കുറച്ച് നേരം നമ്മൾ അങ്ങനെ തന്നെ അവിടെ തന്നെ ഇരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കാനും അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മരങ്ങളുടെ സ്ട്രക്ചർ തന്നെയായിരുന്നു. മരങ്ങളുടെ വേരും വലിപ്പവും എല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു രസകരമായിട്ടൊരു കാര്യം കൂടെ ഞാൻ നോട്ടീസ് ചെയ്ത അവിടെ. അതെന്തായാലും കേൾക്കണം. നല്ല ഭയങ്കരമായിട്ടൊരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. വേറൊരു രസകരമായിട്ടുള്ള കാര്യം കൂടെ പറയണമെന്ന് തോന്നി. വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാണാനിടയായ കാര്യങ്ങളാണ്. ഈ സ്ഥലത്തിൻ്റെ ഓരോ മൂലയിൽ ആൾക്കാർ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രഭാതാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നവരായിരുന്നു. അതാണ് കാണാനിടണ്ടായത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട് വന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി പോകുന്നതും കാണാൻ പറ്റി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.